അരനൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പാപഭാരം പോണേക്കരയിലെ മണ്ണും വെള്ളവും ഇന്നും ചുമക്കുകയാണ്. ഭൂഗർഭ ടാങ്കുകളിൽ ഉപേക്ഷിക്കപ്പെട്ട റൊഡാമിൻ എന്ന മാരക രാസവസ്തു ഒരു പ്രദേശത്തെ ആകെ ചുവപ്പണിയിക്കുമ്പോൾ അത് വെറുമൊരു പരിസ്ഥിതി പ്രശ്നമല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി തുടരുന്ന ഭരണകൂട ഭീകരതയുടെയും അനാസ്ഥയുടെയും നേർചിത്രമാണ്. സദേൺ ഓർഗാനിക്സ്, മംഗളം എന്നീ രണ്ട് കമ്പനികൾ 4 പതിറ്റാണ്ട് മുമ്പ് പൂട്ടിക്കെട്ടി ഉടമസ്ഥർ കടന്നുകളഞ്ഞപ്പോൾ അവിടെ അവശേഷിപ്പിച്ചത് വരും തലമുറകളെ പോലും വേട്ടയാടുന്ന വിഷവിത്തുകളായിരുന്നു. ജനവാസ മേഖലകളിൽ അപകടകരമായ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുമ്പോൾ അധികാരികൾ എവിടെയായിരുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. മണ്ണും കുടിവെള്ളവും ചുവപ്പായി മാറിയിട്ടും ചെടികൾ പോലും വളരാത്ത വിധം പ്രദേശം മൃതമായിട്ടും സർക്കാർ പുലർത്തുന്ന നിശബ്ദത കുറ്റകരമാണ്. ദുരന്തം സംഭവിച്ച ശേഷം മാത്രം ഉണരുന്ന ഭരണകൂട ജാഗ്രത വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണ്. പോണേക്കരയിലേത് കേവലം രാസമാലിന്യ പ്രശ്നമല്ല, മറിച്ച് വ്യക്തമായ സാമൂഹിക അനീതിയാണ്. ഒരു മുട്ടുസൂചിയുടെ അറ്റം കൊണ്ട് തോണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വെള്ളം കംപ്ലീറ്റ് 10-30 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ അപ്പം തന്നെ പറഞ്ഞു ഇത് കെമിക്കലിൻ്റെ അലർജിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ റൊഡാമിൻ ബി എന്ന് പറഞ്ഞ ഒരു പൗഡറാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര പോയിസണുള്ള ഒരു പൗഡറാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഗുണം കൊണ്ട് ഇത് പുറത്തേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റി. അതല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇത് സംഭവിക്കുന്നത് അകത്തേക്ക് വലിയാണ് ചെയ്യണം. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് അകത്തേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിവർ ക്യാൻസറും അങ്ങനെയൊക്കെ. ലാഭം കൊയ്ത് കടന്നുകളഞ്ഞവർക്ക് തണലൊരുക്കുന്ന നിയമവ്യവസ്ഥ രോഗശയ്യയിലായ സാധാരണക്കാരെ വിസ്മരിക്കുകയാണ്. ജനങ്ങളുടെ ജീവൻ പരീക്ഷണശാലയാക്കാൻ വിട്ടുകൊടുത്തവർക്ക് മാപ്പില്ല. അന്വേഷണ കമ്മീഷനുകൾക്ക് പിന്നാലെ പോയി സമയം കളയുകയല്ല ഇപ്പോൾ വേണ്ടത്. മണ്ണിൽ കലർന്ന രാസമാലിന്യങ്ങൾ ശാസ്ത്രീയമായി നീക്കം ചെയ്യുവാനും പ്രദേശവാസികൾക്കായി സമഗ്രമായ ആരോഗ്യ പരിശോധനകളും ദീർഘകാല പുനരധിവാസ പദ്ധതികളും നടപ്പിലാക്കുവാനും സർക്കാർ തയ്യാറാകണം. കുടിവെള്ളവും കൃഷിയും നഷ്ടപ്പെട്ട ജനതയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനൊപ്പം നിയമലംഘനം നടത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകണം. ഇനിയും വൈകുന്നത് ആ പ്രദേശത്തെ ഒരു ശവപ്പറമ്പാക്കി മാറ്റുന്നതിന് തുല്യമായിരിക്കും. ജനങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല ഒരു ലാഭമെന്നും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം ജനങ്ങളെ സംരക്ഷിക്കലാണെന്നും തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ZEDCO ന്യൂസ്.